സർ, അമേരിക്ക ഭീതിയുടെ മുൾമുനയിലാണ്. ട്രംപ് ഈ കാണിക്കുന്ന പരാക്രമങ്ങൾ മാത്രമേയുള്ളൂ. യഥാർത്ഥത്തിൽ ഭയചകിതനായിരിക്കുകയാണ് ട്രംപ്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അമേരിക്കയിൽ ഏത് നിമിഷവും എന്തും സംഭവിച്ചേക്കാം. ഞാൻ ഈ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വിജയ വാർഷിക ആഘോഷങ്ങൾക്കിടെ ചൈനയിൽ വലിയൊരു സൈനിക പരേഡ് നടന്നിരുന്നു. നമ്മളൊക്കെ അത് കണ്ടതാണ്. ആ പരേഡിൽ പങ്കെടുക്കാൻ വേണ്ടി ലോക രാഷ്ട്രങ്ങളുടെ തലവന്മാരെല്ലാവരും എത്തിയിരുന്നു. മോദി ഉണ്ടായിരുന്നു, പുടിൻ ഉണ്ടായിരുന്നു, കിം ജോങ് ഉൻ ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാവരും. പക്ഷേ പുടിനൊക്കെ അവിടെ എത്തിയത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സ്വന്തം കാറിലാണ്. എന്ന് വെച്ചാൽ അമേരിക്കൻ ചാരസംഘടനകൾക്കോ അല്ലെങ്കിൽ റഷ്യൻ ചാരസംഘടനകൾക്കോ പോലും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ചൈനയിലേക്കുള്ള ഒരു വരവ് അല്ലെങ്കിൽ ഒരു നീക്കം എന്ന് പറയുന്നത്. അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം ഈ പറയുന്ന നമ്മുടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് ഏകദേശം 40ഓ 45ഓ മിനിറ്റോളം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് വ്ളാഡിമിർ പുടിൻ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതിൽ എന്തൊക്കെ വിഷയങ്ങൾ അവർ പരമരഹസ്യമായി ചർച്ച ചെയ്തു എന്നുള്ളത് ലോകത്തിന് ഇപ്പോഴും അറിയില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ചർച്ച നടന്നിട്ടുണ്ട്. ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ തന്റെ പിൻഗാമി എന്ന് പരക്കെ പ്രചരിക്കുന്ന രീതിയിൽ തന്റെ മകളെയും കൊണ്ട് ആ ചടങ്ങിനെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യം അവിടെ ഉയരുന്നത്, RICയിലേക്ക് ഉത്തര കൊറിയയും കൂടി അല്ലെങ്കിൽ കിം ജോങ് ഉന്നിനെയും കൂടി ആഡ് ചെയ്യാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. മാത്രമല്ല, ഇവരെല്ലാവരും ചൈനയ്ക്ക് ഒരു നിരുപാധിക പിന്തുണയാണ് നൽകുന്നത്. അത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ ആ സൈനിക പരേഡിൽ നിന്നും അല്ലെങ്കിൽ ചൈനയിൽ നടക്കുന്ന ആഘോഷത്തിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലായതാണ്. ഇവിടെയും വന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വിമർശനം എന്ന് പറയുന്നത് അമേരിക്ക ഉന്നയിച്ചത്, ചൈന ഈ ആഘോഷങ്ങൾക്കിടയിൽ എവിടെയും അമേരിക്കയുടെ പേര് പരാമർശിച്ചിട്ടില്ല, ട്രംപിനെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല, അത്തരത്തിലുള്ള വിവാദ വിഷയങ്ങളിലേക്കൊന്നും കടന്നിട്ടുമില്ല. അമേരിക്കയ്ക്ക് ഒരു നന്ദി വാക്കോ അല്ലെങ്കിൽ ആ രീതിയിൽ എവിടെയും അമേരിക്കയുടെയോ ട്രംപിന്റെയോ പേര് പരാമർശിച്ചിട്ടില്ല. ട്രംപിന് പരിഭവമുണ്ട്, പരാതിയുണ്ട്, ട്രംപ് അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അപ്പോഴും റഷ്യയും ഉത്തര കൊറിയയും ഇന്ത്യയും ഒക്കെ ചൈനയെ വലിയ രീതിയിലേക്കാണ് നിർത്തിയിരിക്കുന്നത്. ചൈനയ്ക്ക് അവർ നിരുപാധിക പിന്തുണ നൽകുന്നു. ചൈനയാണ് ലോകത്തിലെ ഒന്നാം ശക്തി എന്ന രീതിയിലേക്ക് ഈ കുറച്ച് രാജ്യങ്ങൾ കാര്യങ്ങളെ ഉരുത്തിരിക്കുന്നു. എന്റെ ചോദ്യം എന്ന് പറയുന്നതും അത് തന്നെയാണ്. അമേരിക്കയെക്കാൾ വളരെ വേഗത്തിൽ വളരെ വലിയ രീതിയിൽ ചൈനയെ വളർത്തുന്നതിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരു നിർണായക പങ്ക് വഹിക്കുകയല്ലേ? ഉത്തര കൊറിയ കൂടി RICയുടെ ഭാഗമാകുമോ? കിം ജോങ് ഉന്നിന്റെ വരവിനെ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുമോ? ഇത് ഈ ഒരു മീറ്റ് SCO മീറ്റ് ഈ പറയുന്നത് പോലെ 7 കൊല്ലത്തിന് ശേഷം പ്രധാനമന്ത്രി അവിടെ ചെല്ലുന്നു. അപ്പോൾ അതിന് മുമ്പുള്ള ഘടകങ്ങളെ പറ്റി പരിശോധിക്കുമ്പോൾ ഈ SCO മീറ്റ് ഇതിന്റെ കെയർ ഓഫിൽ അവിടെ നടന്നിട്ടുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ലോക നേതാക്കന്മാർ ഉണ്ടായിട്ടുള്ള ചർച്ചയും അതിനകത്ത് ലോക മാധ്യമങ്ങൾ ഇപ്പം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ആ ചർച്ചയ്ക്ക് ശേഷം അമേരിക്കയുടെ സാമന്ത രാജ്യങ്ങൾ നാറ്റോയും യൂറോപ്പിനും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അന്താളിപ്പും ഭയങ്കര വലിയ വലിപ്പത്തിലാണ്. കാരണം അവരെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സൈനിക പരേഡ് കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അവിടെ നടന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് പറഞ്ഞതുപോലെ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ മാധ്യമങ്ങളും ചർച്ച ചെയ്തില്ല. അവിടെ വന്നു, ഒരുപക്ഷെ പുടിൻ ഉണ്ടായിരുന്നു, ചൈനയ്ക്ക് അകത്ത് ചെന്നപ്പോൾ ചൈനീസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, നരേന്ദ്രമോദി ഉണ്ടായിരുന്നു. ഈ നരേന്ദ്രമോദി ആയിരുന്നു അവിടെ ഏറ്റവും വലിയ താരം, അല്ലെങ്കിൽ ലോക ശ്രദ്ധ ആകർഷിച്ച അല്ലെങ്കിൽ ലോക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വ്യക്തി. അതിനകത്ത് പുടിൻ, നരേന്ദ്രമോദി, ഒരുപക്ഷെ ഷീ ജിൻപിങ് ഈ പറയുമ്പോൾ ഇവര് 3 പേരും കൂടി കൂടിയാലോചന നടത്തുന്നു, പല കാര്യങ്ങൾക്കകത്ത് തീരുമാനമെടുക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ലോക മാധ്യമങ്ങൾ ചർച്ച ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏത് ചാരക്കണ്ണുകൾക്കും പിടിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ലോകത്തെ ഏറ്റവും വലിയ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഉള്ള ഒരാളാണ് പുടിൻ. പുടിന്റെ സ്വന്തം കാറിലാണ് അദ്ദേഹം ഇവിടെ വന്നത്. അതിനകത്ത് ആ കാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ചാരക്കണ്ണുകൾക്കും ചെന്നെത്താൻ പറ്റാത്ത രീതിയിലേക്കുള്ള സംവിധാനങ്ങളുള്ളതാണ്. അതിനകത്ത് 45 മിനിറ്റ് ഒരുപക്ഷെ ഈ പറയുന്ന പുടിനും നരേന്ദ്രമോദിയും മാത്രമായിട്ടൊരു സംസാരം നടന്നിരിക്കുന്നത്. അതിന്റെ കാര്യങ്ങളൊന്നും അവർക്ക് രണ്ടുപേർക്കും അല്ലാതെ വേറെ ആർക്കും വെളിപ്പെടുന്ന ഒരവസ്ഥയിൽ വെളിപ്പെടുത്തിയിട്ടുമില്ല. അപ്പൊ അത്തരത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ചർച്ച നടത്തിയിരിക്കുന്നു ഒക്കെ ഉള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പം ഇതിനകത്ത് അമേരിക്ക, നിങ്ങൾ ഇതിന് ശേഷം കണ്ടതാണ് അമേരിക്ക പറയുന്ന ഒരു കാര്യം, ഈ പറയുന്ന പരേഡ് ഒരു വലിയ പരേഡായിരുന്നു. 26ഓളം ലോക രാഷ്ട്ര തലവന്മാർ ഉൾക്കൊണ്ടിരുന്ന
പരേഡ്, അവരുടെ ഏറ്റവും വലിയ ആയുധങ്ങൾ എല്ലാം വെളിയിലെടുത്ത് ലോകത്തെ പ്രദർശിപ്പിച്ച പരേഡ്, അല്ലെങ്കിൽ അവരുടെ ആയുധങ്ങൾ എന്തിനും തയ്യാറാണ്. പരസ്യമായിട്ട് പുടിൻ പറഞ്ഞു, ആര് വന്നാലും, അത് അമേരിക്കയാണ് ഉദ്ദേശിച്ചത്, ഞങ്ങൾക്കെതിരെ നിന്നാൽ ഞങ്ങൾ തകർത്തിരിക്കും, അതിനുള്ള സംവിധാനം ഞങ്ങൾക്കുണ്ട്, അത് പരസ്യമാക്കിയിരിക്കുന്നു. അപ്പം ആ രീതിയിലേക്കുള്ള ഒരു പരേഡ് അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഈ ഉണ്ടാക്കിയപ്പോൾ, അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയുടെ സ്വഭാവത്തിന് വേണ്ടി വർഷങ്ങളായിട്ട് നടക്കുന്നതാണെങ്കിലും ഈ പ്രാവശ്യത്തെ ഉപയോഗിച്ചപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു ഒരു പറഞ്ഞു, ഞങ്ങളുടെ പേര് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ പറയുന്ന വാർഷിക ആഘോഷത്തിനകത്ത് ഉണ്ടായിരുന്ന ഒരു ഇൻവോൾവ്മെന്റ്, ഞങ്ങളുടെ പട്ടാളക്കാർക്ക് അതിനകത്ത് പറ്റിയ അല്ലെങ്കിൽ അവർക്ക് പറ്റിയ ക്ഷീണം ഒന്ന് പറയാമായിരുന്നു എന്ന് പറഞ്ഞ് കെഞ്ചുന്ന അല്ലെങ്കിൽ ബെഗ് ചെയ്യുന്ന ഒരു ട്രംപിനെയാണ് നമ്മൾ കണ്ടത്. കാരണം ഇതിനകത്ത് ഇപ്പോഴത്തെ കൂട്ടല്ല, പണ്ട് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ഈ പറയുന്ന ജപ്പാന്റെ കടന്നുകയറ്റത്തെ തിരിച്ച് അല്ലെങ്കിൽ ജപ്പാനെ തിരിച്ചോടിച്ച അല്ലെങ്കിൽ ജപ്പാനെ തോൽപ്പിച്ച ഒരു ചരിത്രമുണ്ട്. അന്ന് ഈ പറയുന്ന ചൈനയും അമേരിക്കയും ജിയോ പൊളിറ്റിക്സിന്റെ വ്യത്യാസം നമ്മൾ നോക്കുക, ഒന്നിച്ചായിരുന്നു. അപ്പൊ അന്നത്തെ ആ ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ജപ്പാനുമായിട്ടുള്ള ഒരു സംഘർഷത്തിൽ അന്ന് ഈ പറയുന്ന 10,000-10,000-ഓളം പട്ടാളക്കാർ നഷ്ടപ്പെടുന്ന, അമേരിക്കൻ പട്ടാളക്കാർ നഷ്ടപ്പെട്ടിരുന്ന ഒരവസ്ഥ ഉണ്ടായി. അപ്പൊ അതിനെപ്പറ്റി ഈ വിഷയത്തിനകത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അനുസ്മരണം വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ജപ്പാനെ കീഴ്പ്പെടുത്തുന്ന ഒരു അനുസ്മരണം വരുമ്പോൾ ഒരു പേര് പറയാമായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. അത് പറയേണ്ട മര്യാദ ഷീ ജിൻപിങ് ആണ്. അത് അറിയാവുന്നതാണ് ഷീ ജിൻപിങ്, അറിയാൻ മേത്തൊന്നുമല്ലല്ലോ. അപ്പൊ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ബെഗ് ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ പറയിക്കേണ്ട, പറഞ്ഞില്ലല്ലോ എന്ന് പരാതി പറയുന്ന ഒരു ട്രംപിനെയും മനഃപൂർവ്വം പറയത്തില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു ചൈനയാണ് നമ്മൾ കണ്ടത്. അതിന്റെ അകത്ത് വല്ലാത്തൊരു സാധനം ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ. അറിയാൻ വയ്യാത്ത കാര്യമല്ല, നിന്റെ കാര്യം പറയത്തില്ല. എന്തുകൊണ്ട്? അപ്പൊ പറയത്തില്ലാത്ത കാര്യത്തിനകത്ത് പറയണേന്ന് പറയുന്ന ഗതികെട്ട അമേരിക്ക. അപ്പം ഈ രീതിയിലൊക്കെ. അതുപോലെ തന്നെ ചൈനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ ഉത്തര കൊറിയൻ ഭരണാധികാരി അവിടെ വന്നു എല്ലാവരും ഇപ്പൊ ലോകത്തെ ചർച്ചയാണ്, ഇയാൾ RICയിൽ വരുമോ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള രീതിയിൽ. അതിനകത്തുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ ഉത്തര കൊറിയയുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട്. കാരണം 73-ൽ തുടങ്ങിയ ബന്ധമാണ്. 2013 വരെ നമ്മൾ ഒരുപക്ഷെ കയറ്റുമതി ഇറക്കുമതി ഉണ്ടായിരുന്നു. പിന്നെ ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള വിഷയത്തിനകത്ത് ബാൻ ഏർപ്പെടുത്തിയോണ്ട് നമ്മൾ നിർത്തിവെച്ചിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോഴും നമ്മൾ അരിയും മരുന്നും മറ്റു കാര്യങ്ങളും ഒക്കെ അത് കയറ്റുമതി ഇറക്കുമതി അല്ലല്ലോ, കൊടുക്കുന്ന രാജ്യമാണ്. അപ്പം അയാളുടെ ഒരു അല്ലെങ്കിൽ അയാൾക്കുള്ള ഒരു ഫിഗർ വെച്ചിട്ട്, അയാൾക്കുള്ള ഒരു അംഗീകാരം വെച്ചിട്ട് ഈ RICക്കകത്തൊക്കെ വരുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യതയില്ല. പക്ഷെ എന്തിനാ RICക്കകത്ത് വരുന്നേ? ഇയാളുടെ ഏറ്റവും വേണ്ടപ്പെട്ട, ഇയാൾ ലോകത്താകപ്പാടെ പോകാൻ പോയിട്ടുള്ളതായിട്ടുള്ള രണ്ട് രാജ്യവും ചൈനയും റഷ്യയും. റഷ്യയിൽ ഇടയ്ക്കിടയ്ക്കും ചൈനയും ഇറാനും ഒക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും പോത്തൊന്നുമില്ല. പുള്ളിക്ക് തന്നെത്താനെ പേടിയാ, ആകപ്പാടെ അയാളെ തന്നെ പേടിയാ. അത്തരത്തിൽ പേടിച്ച് ജീവിക്കുന്നതാണ്. അത്തരത്തിലുള്ള ക്രിമിനൽ ആണല്ലോ പുള്ളി, ചെയ്യുന്ന പണിയല്ല അതുകൊണ്ടാണല്ലോ. അതുകൊണ്ടൊക്കെ പോത്തൊന്നുമില്ല. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ രാജ്യം വരും. പിന്നെ ഇപ്പം ഇവരുടെ കയ്യിൽ നിന്നൊക്കെ കാര്യങ്ങൾ പോകും. ഐക്യരാഷ്ട്രസഭ പറയുന്ന കണക്കൊന്നും കാര്യം നടക്കും. ഐക്യരാഷ്ട്രസഭയാണെങ്കിലും ഇപ്പൊ ബാനും മറ്റു കാര്യങ്ങളും മറിച്ചതൊക്കെ ഏർപ്പെടുന്നത്. നാളെ കാലത്ത് ഐക്യരാഷ്ട്രസഭ ഇപ്പൊ ഇല്ല പറയുന്നത് പോലെ ചത്ത കുതിര എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാ. പുടിനെതിരെ വാറണ്ടുണ്ടാക്കി, ഈ പറയുന്ന ഇസ്രായേലിനെതിരെ വാറണ്ടുണ്ടാക്കി, അത് വല്ല അംഗീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഒന്നുമില്ല. അപ്പൊ അവരുടെ കാര്യമൊന്നും ഇല്ല. ഇപ്പം റഷ്യൻ സാധനം മേടിക്കരുതെന്ന് പറയുമ്പോൾ നമ്മൾ മേടിക്കുന്ന പോലെ, പുടിനെ ഇറച്ചി എന്ന് പറയുമ്പോൾ പോടാവില്ല എന്ന് പറഞ്ഞ് പുടി പെട്ടെന്ന് നടക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ അദ്ദേഹത്തെ അന്താരാഷ്ട്ര കോടതി വാറണ്ട് കൊടുത്ത് നടക്കുന്ന പോലെയൊക്കെ ഇപ്പം ഇയാളുടെ ബാനും ഒക്കെ നാളെ കാലത്തെ മാറ്റുന്ന രീതിയിലേക്ക് പോകും. അപ്പം ഇതിനകത്ത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിനകത്ത് വലിയൊരു ജിയോ പൊളിറ്റിക്സിലേക്കാണ് പോകുന്നത്. അതാണ് അമേരിക്ക വെപ്രാളം പിടിക്കും. ഇന്ത്യ എന്ന മഹാരാജ്യം എന്ന് പറയുന്നാൽ ഇന്ത്യക്ക് ബന്ധം ജപ്പാനുമായിട്ടുണ്ട്, ജപ്പാനും ചൈനയുമായിട്ട് പ്രശ്നമാണെന്നുള്ള കാര്യങ്ങൾ. അതുപോലെ കൊറിയ, ദക്ഷിണ കൊറിയ, ഇപ്പൊ കിം ജോങ് ഉന്റെ രാജ്യവും ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള പ്രശ്നമുണ്ട്. അവിടെ ഇന്ത്യക്ക് ബന്ധമുണ്ട്. അപ്പൊ ഇന്ത്യയെ ഒരു ഫ്രണ്ട് ഫേസ് ആക്കി നിർത്തി, അല്ലെങ്കിൽ എല്ലാവരുമായിട്ടും നയതന്ത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റി. ഇപ്പം സ്വേച്ഛാധിപതിയായിട്ടുള്ള പുടിനും അല്ലെങ്കിൽ ചൈനയും മറ്റ് ഈ പറയുന്ന ദക്ഷിണ കൊറിയയും ഒക്കെ ഇതിനകത്ത് നിർത്തി അവരുടെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഇന്ത്യ ഇറങ്ങി നിന്ന് തീർക്കുകയും, അല്ലെങ്കിൽ ഇന്ത്യ പറഞ്ഞാൽ കേൾക്കുകയും ചെയ്യുന്ന പരസ്പരം ധാരണയോടുകൂടി, ഒരു കൂട്ടായ്മയോടുകൂടി, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള ഒരു വലിയ നീക്കം, കുറെ കൂടുതൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ജിയോ പൊളിറ്റിക്സും ഒക്കെ ആയിട്ട് ഇത് മാറുന്നു. മാത്രവുമല്ല, ഇതിനകത്ത് ഇപ്പൊ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു യുദ്ധത്തിലേക്ക് തന്നെ പോകും. കാരണം ട്രംപ് പറയുന്നിടത്തൊന്നും, രണ്ടാഴ്ച സമയമാണല്ലോ ഇപ്പൊ, ട്രംപ് പറയുന്നിടത്തൊന്നും ഈ പറയുന്ന പുടി നിൽക്കുന്ന ഒരു അവസ്ഥയില്ല. ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് നാറ്റോ, യൂറോപ്പും ഒക്കെ. കഴിഞ്ഞ ദിവസം തന്നെ ഏതാണ്ട് 450 ബില്യൺ ആയുധങ്ങൾ മേടിക്കാനും പരിശീലനം കൊടുക്കാനും അവർക്ക് മനസ്സിലായി, അടി കിട്ടുമെന്ന്. അപ്പം ആ 2 ആഴ്ച കഴിഞ്ഞ് ഇയാൾ എന്തോ കാണിക്കാനാ പോകുന്നത്, അന്ത്യശാസനം നോക്കുന്നത്, എന്ത് കാണിച്ചാലും അവരടിക്കും. അപ്പൊ നാറ്റോ അടിക്കും. ആ സമയത്ത് തായ്വാനെ കയറി ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ ചൈന അടിക്കും.
ഈ രീതിയിലേക്ക് ഉള്ള ഒരു നീക്കം വരും. അതിനാണ് ഇപ്പൊ അമേരിക്ക എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കാര്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഞങ്ങൾക്കിടെ ഇടയ്ക്ക് കയറി ബുദ്ധിമുട്ടുണ്ടാക്കാൻ വന്നാൽ ഞങ്ങളുടെ ശക്തി ഒന്ന് കാണിക്കുന്നതിന് വേണ്ടി കൂടി ഈ പരേഡ് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അപ്പൊ എല്ലാത്തിനകത്തും ഒരു പ്രശ്നം, നാളെ കാലത്തെ തീരുന്ന ഒരു പ്രശ്നവും അമേരിക്ക പറഞ്ഞാൽ തീർക്കാൻ പറ്റുന്ന ഒരു പ്രശ്നവും ഒന്നും അല്ലാത്ത ഒരു ജിയോ പൊളിറ്റിക്സിലേക്കും അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ നീക്കുപോക്ക് ഉണ്ടാക്കുന്ന ഒരു ജിയോ പൊളിറ്റിക്സിലേക്കും ഒക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ RIC സൈനിക ശക്തിയല്ല, അല്ലെങ്കിൽ സൈനിക കൂട്ടായ്മയൊന്നും നാളെ കാലത്ത് ആയിക്കൂടാന്നൊന്നുമില്ലല്ലോ നാറ്റോയുടെ കൂട്ട്. അപ്പം അതേ രീതിയിലേക്ക് പോകുന്നു. ഏതായാലും ഈ പറയുന്നത് പോലെ അമേരിക്ക ഭയന്ന് വിറച്ചിരിക്കുന്നു എന്ന്, അല്ലെങ്കിൽ ആശങ്കപ്പെടുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അമേരിക്ക എടുത്ത നീക്കങ്ങൾ, എല്ലാ നീക്കങ്ങളും പാളുന്നു. അമേരിക്കയ്ക്ക് അകത്ത് തന്നെ പറയുന്നു ഇയാൾ മുഖാന്തരം മറ്റൊരു ശക്തി RIC ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രിക്സ് ബലപ്പെടുന്നു, അമേരിക്കയുടെ മേൽക്കോയ്മ നഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ച ലോകമാധ്യമങ്ങൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതുപോലെ എല്ലാ രാജ്യങ്ങളും ഞങ്ങൾക്കെന്താ, നമ്മൾക്കെന്താ, നമ്മളുടെ നട്ടലോടുകൂടി, നമ്മളുടെ അഭിപ്രായത്തോടുകൂടി, നമ്മളുടെ അല്ലെങ്കിൽ രാജ്യത്തിന് ഒരു ഫ്രണ്ട് ഫേസ് ഉണ്ടാക്കി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യയുടെ കൂട്ട് നിന്നാൽ പോരെ, അല്ലെങ്കിൽ അത്തരത്തിൽ നിന്നുകൂടായിക എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ച ലോകത്ത് പല രാജ്യങ്ങളും, അമേരിക്കയെ കീഴ്പ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു. അവിടുത്തെ മാധ്യമങ്ങൾ അത്തരത്തിൽ രീതിയിൽ വാർത്തകൾ ഉണ്ടാക്കുന്നു. അതിന്റെ അർത്ഥം ഇത് ഉരുത്തിരിഞ്ഞ് അമേരിക്കയുടെ പരാജയത്തിന് ശേഷം, അല്ലെങ്കിൽ പരാജയപ്പെടുമ്പോൾ ഇന്ത്യ ഫ്രണ്ട് ഫേസിൽ വരുന്ന, അല്ലെങ്കിൽ ഇന്ത്യ നയിക്കുന്ന എന്ന് പറഞ്ഞാൽ മൾട്ടിപോളാർ വേൾഡ്, അതിനകത്ത് ആ മൾട്ടിപോളാർ വേൾഡ് വന്നാൽ പോലും ഇന്ത്യയുടെ അഭിപ്രായത്തിനകത്ത് വലിയ വില വരുന്ന ഒരു രീതിയിലേക്ക് ഒക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. അത് തന്നെയാണ് ട്രംപിന്റെ വിരളി പിടിച്ചുള്ള നീക്കത്തിനും, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന ഞങ്ങളുടെ സൈനികർ വീരമൃത്യു വരിച്ചതിന് ഒരു അംഗീകാരം തരാത്തതിനുള്ള പറച്ചിലിനും ഒക്കെ കാരണമാകുന്നത്. ഏതായാലും വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് അമേരിക്ക പോകുന്നത്. അതിനെതിരെ ഒരു വലിയ ലോകക്രമം ഇന്ത്യയുടെ നേതൃത്വത്തിൽ തന്നെ, അല്ലെങ്കിൽ റഷ്യയുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ചൈനയുടെ നേതൃത്വത്തിൽ, അതിന്റെ എല്ലാം ഫ്രണ്ട് ഫേസ് അല്ലെങ്കിൽ നല്ല ഫേസ് ആയിട്ട് ഇന്ത്യ കൊണ്ടുവരുന്നതിന് വേണ്ടി അവരും തയ്യാറാകുന്നു എന്ന് വേണം കരുതാൻ. യെസ്, അത്തരത്തിൽ ലോകക്രമം മാറുന്നു എന്ന് തന്നെ വേണം കരുതാൻ. SCO മീറ്റ് സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. ഇവർക്കൊപ്പം ഉത്തര കൊറിയ കൂടി ചേരുകയാണെങ്കിൽ ഒന്നുകൂടെ RICക്ക് കൂടുതൽ ശക്തി ഉണ്ടാകും, ഫലമുണ്ടാകും എന്നുള്ള തരത്തിലും മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കിം ജോങ് ഉന്നിനെ കൂടി കൂടെ കൂട്ടാൻ സാധിച്ചാൽ വലിയൊരു ശക്തിയായി, അല്ലെങ്കിൽ നമുക്കറിയാം ഉത്തര കൊറിയൊക്കെ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, അത്തരത്തിലുള്ള അവരുടെ നീക്കങ്ങളൊക്കെ ഈ രീതിയിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതും കണ്ടറിയണം. പ്രശാന്ത് സാർ ഒടുവിൽ കൺക്ലൂഡ് ചെയ്തതുപോലെ ഇതിന്റെയൊക്കെ നല്ല ഒരു ഫ്രണ്ട് ഫേസ് ആയി ഇന്ത്യ മാറുന്നു എന്നുള്ളതാണ് വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.